അന്ന് ആക്സിഡന്റ് കേസിൽ അഡ്മിറ്റായ താൻ രക്ഷിച്ച അനു. അപ്പൊ ഞാനാരാ നിന്റെ? നീലിമേ, പറ, ഞാൻ നിങ്ങൾക്ക് ആരായിരുന്നു എന്ന് പറ. ഇത്രയും നാളും എന്റെ മനസ്സിൽ കൂട്ടിവെച്ച സ്വപ്നങ്ങളൊക്കെ ഞാനിനി എന്ത് ചെയ്യണം? പറയാൻ. നീലിമേ, നീ എന്റെ നല്ല സുഹൃത്തല്ലേ? Shut up! Shut up! Shut up! കള്ളനാ നിങ്ങള്, പേരും കള്ളൻ. ഒരു കൊച്ചു പെണ്ണിനെ കണ്ടപ്പോ നിങ്ങൾ എന്നെ മറന്നു. നീലിമേ, ഞാൻ നിന്നോട് അങ്ങനെയൊന്നും ഇതുവരെ. നിർത്തണം മിസ്റ്റർ. ഡോക്ടർ വിപിൻ വല്ലഭൻ, താൻ ഇന്നു മുതൽ എന്റെ ശത്രുവാ. മുറിയിലടച്ച ചൂടുകാറ്റ് പോലെ, നെഞ്ചിൽ ഉരഞ്ഞു നീറുന്ന ഉപ്പുകല്ല് പോലെ ഈ ദിവസം എന്റെ മനസ്സിലുണ്ടാവും, എന്റെ മരണം വരെ. അല്ല, നമ്മൾ 3 പേരിൽ ഒരാളുടെ മരണം വരെ. നീലിമേ, ഞാൻ വഴിയിൽ നിന്നെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവളാ ഇപ്പൊ എന്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിട്ടത്. മറക്കില്ല, പൊറുക്കില്ല ഈ നീലിമ. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? അതങ്ങനെ തന്നെ വേണമല്ലോ. അത് എത്രയും പെട്ടെന്ന് നടത്തി തരാനല്ലേ ഞങ്ങൾ ഒരുങ്ങുന്നത്. എന്താ മോനെ? എനിക്ക് ഇപ്പൊ ഒരു വിവാഹത്തിന് താല്പര്യമില്ല. അത് കുഴപ്പമില്ല, കല്യാണം പിന്നീടാവാലോ. നിശ്ചയിപ്പ് നടത്താം. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഞാൻ ഇവളെ ദിവ്യപ്രഭയെ വിവാഹം കഴിക്കാൻ തയ്യാറല്ല. എന്താടീ പറയുന്നത്? എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് അനു. അനുനന്ദ. എടാ, എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് അനുവിനോടൊപ്പം ആയിരിക്കും. മോളെ, കണ്ണിത്തിരിയും കൂടി വാലിട്ടെഴുതിയ പൂവാലി കണ്ണിയായി. പൂവാലിയും പൂവാലിനും കണ്ണു കുത്തല്ലേ അനുക്കുട്ടി?
പൊന്നിൻ കട്ടയാണെന്നാലും നെഞ്ചിൽ കൊണ്ടാൽ മറിഞ്ഞു വീഴും. അപ്പൊന്നിൻ സൂചിയാണെന്നാലും കണ്ണിൽ കൊണ്ടാൽ മുറിഞ്ഞു പോകും. അതുകൊണ്ട് മര്യാദക്ക് എവിടെ ഇരുന്നോ. മതിയടി. ദേ അമ്മക്കുട്ടി, മര്യാദക്കിരുന്ന കരിമിഴി കുരുവി പാടാം. ഇല്ലെങ്കിലേ ആലിലക്കണ്ണ പാടേണ്ടി വരുവേ. നീ എന്നെ ഇങ്ങനെ ഒരുക്കണ്ട, അല്ലെങ്കിൽ ഞാൻ നല്ല സുന്ദരിയ. അയ്യടാ, എന്നാ നാളെ മുതലേ നമുക്ക് ആന്റി ഏജിങ് ക്രീം പോരട്ടാം. ഒന്ന് പോടിയിടുന്നു. അമ്മക്കുട്ടി നിക്കുന്നില്ല അവിടെ. വേണ്ട അമ്മക്കുട്ടി അവിടെ നിൽക്കാൻ. അനു, ഞാൻ നിൽക്കാനല്ലേ പറഞ്ഞു. എന്താ ഇത്? അയ്യോ, മേടിക്കല്ലേ. എന്താ ഇത്? എന്താ ഇവിടെ അമ്മയും മോളും കൂടി? അമ്മ പ്ലീസ്, അമ്മ എന്നെ രക്ഷിക്കേ. അനു, നീ എന്താ ഈ കാണിക്കുന്നേ? ഓ, മംഗലശ്ശേരി നീലകണ്ഠനെ പോലെ അമ്മക്കുട്ടിയെ രക്ഷിക്കാൻ ശങ്കരമംഗലം ശങ്കരി വന്നല്ല. മേടിക്കുന്നേ. നിന്റെ നാക്കൻ തുമ്പത്തി ഞാനൊരു കാന്താരി മുളക് പൊട്ടിക്കുന്നുണ്ട്. എന്താ എന്താ ശങ്കരിക്കുട്ടി പറഞ്ഞ? ആ, നന്ദൻ ഇനി വരട്ടെ. ഇനി നിന്റെ കല്യാണം വെച്ച് താമസിപ്പിക്കുന്നില്ല. ആ, നമ്മുടെ തിരുമേനി പറഞ്ഞില്ലേ, ആ ഡോക്ടറൂട്ടി അനുക്കുട്ടിക്ക് നല്ല ചേരുന്നതാണെന്ന്. അത് നമ്മക്കങ്ങ് ആലോചിച്ചാലോ? അത് ആലോചിക്കാവുന്നതാണമ്മ. ഒന്നുമില്ലെങ്കിലും സ്വന്തം ചോര കൊടുത്ത ജീവൻ രക്ഷിച്ച ആളല്ലേ. ആ പിന്നെ, അങ്ങനെയാണെങ്കിൽ ജീവൻ രക്ഷിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും രോഗികൾ കല്യാണം കഴിക്കണമല്ലോ. എല്ലാ രോഗികൾക്കും ഡോക്ടർമാര് സ്വന്തം ചോര കൊടുക്കാറില്ലല്ലോ. ഒന്ന് പോ അമ്മക്കുട്ടി, ഞാൻ പിണക്കാം. അയ്യോ, പിണങ്ങല്ലേ. വേണ്ട ചക്കി. അവള് പിണങ്ങിപ്പോയതൊന്നും അല്ലമ്മേ, ചിരിച്ചോണ്ടാ ഓടുന്ന. എന്താ മോളെ ആ ഡോക്ടർ കുട്ടിയുടെ പേര്? ഡോക്ടർ വിപിൻ, വിപിൻ വല്ലഭൻ. ഇതെന്തിരിപ്പടി മോളെ? ആ, നീ കളഞ്ഞില്ലേ ഇതുവരെ അത് മനസ്സിൽ നിന്ന്? എടി, ആ പേട്ട് ഡോക്ടറോട് പോവാൻ പറ. നമ്മളെ വേണ്ടാത്തവർ നമ്മൾ ചുമന്നുകൊണ്ട് നടക്കരുത്. അവന്റെ ചിത ഇന്നലെ എന്റെ മനസ്സിൽ കത്തിത്തീർന്നതാ. നീ പിന്നെ എന്തിനാ ആ പ്രാപ്പരെ ഓർത്തോണ്ടിരിക്കുന്നത്? ഞാൻ അതിന് അയാളെ ഓർത്തോണ്ടിരിക്കുകയാണെന്ന് ആരാ പറഞ്ഞത്? അച്ഛാ, നീ പറഞ്ഞോടി മോളെ. എന്റെ കല്യാണം ഉടൻ നടത്തണം. ഡോക്ടർ വിപിനും എന്റെ ശത്രുവായ ആ അനുനന്ദിയും തമ്മിലുള്ള വിവാഹം നടക്കുന്ന അതേ ദിവസം, അതേ മുഹൂർത്തത്തില് എന്റെ കല്യാണം നടക്കണം. വരൻ ആരായാലും അതെനിക്കൊരു പ്രശ്നമല്ല. അതച്ഛന്റെ തീരുമാനം. പക്ഷെ തീയതി അത് മാറരുത്. മോളെ, ചേട്ടാ, അവള് ജിഞ്ചിലക്കടിച്ചില്ല. കണ്ടോടി നീ എന്റെ മോളെ. ഇനി എന്ത് വേണമെന്ന് ഈശോയെന്നറിയാം. അവളെന്താ വലിയ മാലാഖയാ? ഒരു ഗുരുശിഷ്യ ബന്ധം. എന്താ ഗുരുശിഷ്യ ബന്ധത്തിന് പ്രശ്നം? എന്താ പ്രശ്നം? അമ്മക്കുട്ടി വെറുതെ ഒരു പുകഴ്ത്തി പറഞ്ഞു. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു ഗുസ്തി വേണ്ട. രണ്ട് ഇള്ളക്കുട്ടികള്. നിസ്സാര കാര്യം മതി രണ്ടും കീരിയും പാമ്പും പോലെ ആവാൻ. അല്ലെങ്കിലോ അടയും ചക്കരയാ.
അതിന് ഞങ്ങള് തമ്മില് ഒരു പ്രശ്നമില്ല അല്ലടി അമ്മക്കുട്ടി. പിന്നല്ലാതെ. അപ്പൊ ഞാൻ പുറത്തായോ? അത് കൊള്ളാവല്ലോ. അപ്പൊ നിങ്ങൾ അടികൂട്. അച്ഛ പിണങ്ങി അച്ഛേ? നന്നിട്ട് ശരിക്കും പിണങ്ങിയോ? പിണങ്ങി. എന്നാ എത്ര നേരം പിണങ്ങി നിൽക്കുന്നു കാണാലോ. അതെ അതെ, ചെമ്മീൻ ചാടിയ മുട്ടോണം, പിന്നെയും ചാടിയ ചട്ടിയില്. എന്താ അതിന്റെ പേര്? എബിനോ? വിപിൻ. ആ ഡോക്ടർ വന്നേക്കുന്നു. അതെയോ? ഒരു കോളിംഗ് ബെൽ അടിക്കാൻ പോലും പേടിയാ. പിന്നെന്തിനാ ഈ പഠിക്കുന്നിരിക്കുന്നെ? ഒന്ന് ധൈര്യമായിട്ടിരിക്കും മാമാ. ഓ ശരി ശരി. ഹലോ ഡോക്ടർ. ഹായ്. വരണം, വാ. താങ്ക് യു. നമസ്കാരം ടീച്ചറമ്മേ. നമസ്കാരം. ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിയുണ്ടല്ലോ ഡോക്ടറുടെ കൂടെ. അതൊക്കെ ഒരു കാര്യമുണ്ട്. ടീച്ചർ ആന്റി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കേ ആണോ? ഡബിൾ ഓക്കെ. പിന്നെന്തിനാ ഇത് നെറ്റിയിൽ ഒടിച്ചു വെച്ചിരിക്കുന്നേ? ചുമ്മാ. ഡോക്ടർ ഇരിക്കും. ഇരിക്കും ഡോക്ടർ. ഇനി എന്തിനാ താമസിക്കുന്ന കാര്യം പറയ്. എന്താ ഒരു സ്വകാര്യം? ഞാൻ മാമനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചതാ. എന്ത്? അതൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താ വിശേഷിച്ച്? ഇങ്ങോട്ടായിട്ട് വന്നതാണോ അതോ? അതെ, ഇവിടേക്ക് തന്നെ വന്നതാ. പറയ് മാമ അങ്ങോട്ട്. കണ്ടില്ലേ അവളുടെ ഒരു നാണം. അപ്പോ അച്ഛയുടെ ചക്കയ്ക്ക് നാണിക്കാനൊക്കെ അറിയാം. അത് പോയേറ്റ വേണ്ടാതെ ചുമ്മാ. നല്ല മിടുക്കം പയ്യനാ അല്ലേടോ? അതെ, അതെനിക്ക് ചക്കി ആശുപത്രി കിടക്കുമ്പോഴേ തോന്നിയതാ. ഒരു ആക്സിഡന്റൽ പ്രപ്പോസൽ. അതെ അതെ, ആക്സിഡന്റ് വഴി വന്ന ആലോചന. ആദ്യം കൂട്ടിയിടി, പിന്നെ തമ്മിലിടി, പിന്നെ ആക്സിഡന്റ്, 300 ml ചോര. എന്റെ അനുക്കുട്ടി. എന്താ അമ്മ ഇത്? രണ്ടും കൂടി എനിക്കിട്ട് കിള്ളുവാന്ന് മനസ്സിലായേ. അച്ചടാ, എന്റെ ചുന്ദര പെണ്ണിനെ ചോദിച്ചൊരു നല്ല ചെക്കൻ വന്നത് നല്ല കാര്യല്ലേ? അതിനിപ്പോ ഞാനെന്ത് വേണം? ആരെങ്കിലും വരട്ടെ പോട്ടെ, അതിനിപ്പോ എനിക്കെന്താ? എങ്ങനെ? എന്നിട്ട് ആ ജസ്റ്റിസിന്റെ മോനെ പറപ്പിച്ചതുപോലുള്ള പ്രകടനമൊന്നും ഇപ്പൊ കണ്ടില്ലല്ലോ. അല്ല, അത് പിന്നെ പിന്നെ പറ, കേക്കട്ടെ. പറയടി, എന്താ ഡോക്ടർ ചെക്കനോട് വഴക്കിടാഞ്ഞേ? നീ ആട്ടക്കാരിയാണെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. നീ മാത്രല്ല, നിന്റെ അമ്മയും. പക്ഷേ ഇപ്പൊ നീ ഒരു അഴിഞ്ഞാട്ടക്കാരി കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആട്ടെ, എന്താ താങ്കളുടെ പ്രശ്നം? പ്രശ്നോ? ആണുങ്ങളെ വലവീശി പിടിക്കുന്ന അഴിഞ്ഞാട്ടക്കാരി. അതുകൊണ്ടാണല്ലോ എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചത്.
എന്റെ മുറച്ചെറുക്കനെ നീ കൊത്തിയെടുത്തത് ആട്ടക്കാരികളാ നീ നിന്റെ അമ്മയും അഴിഞ്ഞാട്ടക്കാരികൾ. എടി നീ എന്നെ തല്ലല്ലേ? ഈ അടിയുടെ ചൂട് ഞാൻ സൂക്ഷിക്കാൻ പോകുന്നത് എന്റെ മനസ്സിലാ. നീ എന്റെ കുതിരപ്പന്തി തറവാട്ടിലേക്കല്ലേ വരാൻ പോകുന്നത്? അവിടെ കാണിച്ചു തരാൻ ബാക്കി. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിക്കോളാന്ന്. ഒരു കുഴപ്പമില്ല. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ശരി, നാളെ കാണാം. ശരി. ആരായിരുന്നു? പുതിയ ബന്ധുക്കാരാണോ? അമ്മയ്ക്ക് എന്താ ഒരു പുച്ഛം? അതേടാ, എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളോട് എനിക്ക് പുച്ഛോ? നാളെ അനുവിന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും. നന്ദനങ്ങളെ ഇപ്പൊ വിളിച്ചത്. ഓ, അങ്കിളൊക്കെ ആയോ? കൊള്ളാലോ. അല്ല, നാളെ എന്തിനാ അവരിങ്ങോട്ട് വരുന്നേ? ഈ കുതിരപ്പന്തി വീട് കാണാനോ? നീ എന്താ ലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നമ്മുടെ മോൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ വീട്ടുകാര് അവരുടെ മോളെ ഇങ്ങോട്ട് അയക്കുന്നതിനെ പറ്റി സംസാരിക്കാൻ വരികയാണ്. അത് നല്ല കാര്യല്ലേ? മോനല്ലേ ഇഷ്ടപ്പെട്ടുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. മകന്റെ കൂടെ ജീവിക്കാനുള്ള പെൺകുട്ടിയെ മകന് ഇഷ്ടപ്പെട്ടാ മതി. ബാക്കിയുള്ളവര് പിന്നാലെ ഇഷ്ടപ്പെട്ടോളും. ഞാൻ വിളക്ക് കൊളുത്തി വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടവൾ ആരാണെന്ന് എന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഒരു കപ്പ് കാപ്പി എടുത്ത് തരേണ്ടത് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടമ്മേ. നീ തീരുമാനിക്കട നന്ദി കിട്ടവന്. നിന്റെ കല്യാണ സദ്യ ഉണ്ണാൻ ഈ അമ്മ കാണുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. ലക്ഷ്മി, നാളെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരിവിടെ വരും. കാര്യങ്ങൾ സംസാരിക്കും. നല്ല ബന്ധമാണെങ്കിൽ, ഇവന് ഇഷ്ടമാണെങ്കിൽ മുന്നോട്ട് പോകും. ഗോവിന്ദേട്ടാ, മാതാപിതാക്കളുടെ പ്രതീക്ഷകളുടെ കൂട്ടിലിട്ട് വളർത്താനുള്ളതല്ല മക്കളുടെ ജീവിതം. അവർക്ക് പ്രശ്നമെല്ലാം കാണുമോ നന്ദേട്ടാ? താനെന്തിനാണോ എപ്പോഴും ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? വിപിൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ? ഒന്നുമല്ലെങ്കിൽ ഒരു ഡോക്ടറല്ലേ? പറഞ്ഞു കേട്ടെടുത്തോളൂ, തിരക്കി അറിഞ്ഞെടുത്തോളൂ, നല്ല ഒന്നാന്തരം തറവാട്ടുകാരാ കുതിരപ്പന്തി വീട്ടുകാര്. നാളെ അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറയും. ഈ അച്ഛനും അമ്മയ്ക്കും ഇത് എന്തിന്റെ കേടാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം? നീ ഇവിടെ നിൽക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല മോളെ. പക്ഷേ നമ്മുടെ രുദ്രൻ തിരുമേനി പറഞ്ഞതനുസരിച്ച് എന്ത് പറഞ്ഞാലും ഒരു തിരുമേനി പറയുന്നതൊക്കെ കാര്യമുണ്ട് മോളെ. ഈ ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞാൽ സത്യമാ. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നവരല്ലേ? കല്യാണത്തോടെ നിന്നെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുവൊന്നും അല്ലല്ലോ. നീ എന്നും ഞങ്ങളുടെ ചക്കിയ തന്നെയാ. പിന്നെന്താ? നാളെ എപ്പോ ചെല്ലുമെന്നാ നന്ദേട്ടാ പറഞ്ഞിരിക്കുന്നത്? രാവിലെ തന്നെ പോവാടോ. രാഹുകാലം നോക്കിയിട്ട് അങ്ങ് ഇറങ്ങിക്കോണം കേട്ടോ. എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് വന്നാ മതി. ഒരുപാട് പോക്കുവരവൊന്നും വേണ്ടല്ലോ. എന്തിനാമേ അതൊക്കെ? ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ. കല്യാണക്കുറി വരെ ഫോണിലൂടെ അയച്ചു കൊടുക്കുന്ന കാലമാ. പിന്നെയാണോ? അപ്പൊ അങ്ങനെ നാളെ കല്യാണ പക്കമേളത്തിന്റെ 1ാം ഘട്ടം.